ദുബായ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ആകാശം മുട്ടുന്ന കെട്ടിടങ്ങൾ, ആഡംബര ജീവിതം, ലോകത്തിലെ ഏറ്റവും സുരക്ഷിത നഗരങ്ങളിൽ ഒന്ന് എന്ന വിശേഷണം, കോടീശ്വരന്മാരുടെ സ്വർഗം എന്നിങ്ങനെയുള്ള ചിത്രങ്ങളാണ്. എന്നാൽ ഈ തിളക്കമാർന്ന നഗരത്തിന് പിന്നിൽ ലോകത്തെ അമ്പരപ്പിക്കുന്ന മറ്റൊരു കഥയുണ്ട്. ലോകത്തിലെ ഏറ്റവും കുപ്രസിദ്ധരായ കുറ്റവാളികളും മയക്കുമരുന്ന് മാഫിയ തലവന്മാരും സാമ്പത്തിക തട്ടിപ്പുകാരും ഭീകരവാദ ബന്ധമുള്ള വ്യക്തികളും വർഷങ്ങളായി ദുബായിൽ താമസിച്ചിട്ടുണ്ടെന്ന ആരോപണങ്ങൾ പല അന്വേഷണ റിപ്പോർട്ടുകളിലും ഉയർന്നിട്ടുണ്ട്. ദാവൂദ് ഇബ്രാഹിം, വിജയ് മല്യ, നീരവ് മോദി തുടങ്ങിയ പേരുകൾ മുതൽ അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന നിരവധി കുറ്റവാളികളുടെ പേരുകൾ വരെ ഈ പട്ടികയിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ഒരു ചോദ്യമുണ്ട്: ലോകത്തിലെ ഏറ്റവും സുരക്ഷിത നഗരങ്ങളിൽ ഒന്നായ ദുബായ് എങ്ങനെയാണ് ഒരേ സമയം കുറ്റവാളികളുടെ അഭയ കേന്ദ്രമെന്ന ആരോപണവും നേരിടുന്നത്? ഇതാണ് ദുബായിയുടെ ഏറ്റവും വലിയ വൈരുദ്ധ്യം. സാധാരണ ഒരു വ്യക്തിയുടെ മൊബൈൽ ഫോൺ ദുബായിൽ മോഷണം പോയാൽ മിനിറ്റുകൾക്കുള്ളിൽ പോലീസ് അന്വേഷണം ആരംഭിക്കും. തെരുവ് കുറ്റകൃത്യങ്ങൾ വളരെ കുറവാണ്. എന്നാൽ മറുവശത്ത് കോടിക്കണക്കിന് ഡോളറുകളുടെ സാമ്പത്തിക തട്ടിപ്പുകളിൽ ആരോപണം നേരിടുന്ന ചില വ്യക്തികൾ വർഷങ്ങളോളം അവിടെ ബിസിനസ് നടത്തുകയും ആഡംബര ജീവിതം നയിക്കുകയും ചെയ്ത സംഭവങ്ങൾ ലോകം കണ്ടിട്ടുണ്ട്. ഇത് യാദൃശ്ചികമായി സംഭവിച്ചതാണോ, അതോ ദുബായിയുടെ വളർച്ചയുടെ ഭാഗമായ ഒരു പ്രത്യേക സാമ്പത്തിക മാതൃകയാണോ ഇത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ നമുക്ക് ദുബായിയുടെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരും. ഇന്ന് ലോകത്തെ വിസ്മയിപ്പിക്കുന്ന ദുബായ് ഒരു കാലത്ത് അത്യന്തം ദരിദ്രമായ ഒരു മത്സ്യബന്ധന ഗ്രാമമായിരുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ദുബായിയുടെ സമ്പദ് വ്യവസ്ഥ പ്രധാനമായും മുത്ത് വ്യാപാരത്തെ ആശ്രയിച്ചായിരുന്നു. ഗൾഫ് മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രകൃതിദത്ത മുത്തുകളുടെ വ്യാപാര കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ദുബായ്. എന്നാൽ 1929-ലെ മഹാമാന്ദ്യവും ജപ്പാനിൽ നിർമ്മിച്ച കൃത്രിമ മുത്തുകളുടെ വരവും ഈ വ്യാപാരത്തെ തകർത്തു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ദുബായിയുടെ സമ്പദ് വ്യവസ്ഥ തകർന്നു. പട്ടിണിയും തൊഴിലില്ലായ്മയും വ്യാപിച്ചു. ഇന്ന് കാണുന്ന ആകാശ ചുംബികൾ ഒന്നുമില്ലാതെ ലോക ഭൂപടത്തിൽ പോലും വലിയ പ്രാധാന്യമില്ലാത്ത ഒരു പ്രദേശമായിരുന്നു അന്നത്തെ ദുബായ്. ഇതിനിടെ സമീപ രാജ്യങ്ങളായ ബഹ്റൈൻ, കുവൈത്ത്, സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ വമ്പിച്ച എണ്ണ ശേഖരങ്ങൾ കണ്ടെത്തി. എണ്ണ കണ്ടെത്തിയ രാജ്യങ്ങൾ അതിവേഗം സമ്പന്നരായി. എന്നാൽ ദുബായിയുടെ വിധി വ്യത്യസ്തമായിരുന്നു. അവിടെ കണ്ടെത്തിയ എണ്ണയുടെ അളവ് വളരെ കുറവായിരുന്നു. അയൽ രാജ്യങ്ങളെ പോലെ എണ്ണയെ ആശ്രയിച്ച് ഭാവി നിർമ്മിക്കാൻ കഴിയില്ലെന്ന് ദുബായ് ഭരണാധികാരികൾ തിരിച്ചറിഞ്ഞു. ഈ തിരിച്ചറിവാണ് പിന്നീട് ദുബായിയുടെ ചരിത്രം തന്നെ മാറ്റിമറിച്ചത്. 1958-ൽ അധികാരത്തിലെത്തിയ ഷെയ്ഖ് റാഷിദ് ബിൻ സയ്യിദ് അൽ മക്തൂം ദുബായിയുടെ സാമ്പത്തിക ഭാവിയെക്കുറിച്ച് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ചിന്തിച്ചത്. ലോകത്ത് ഏറ്റവും വിജയകരമായ വ്യാപാര നഗരങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം പഠിച്ചു. ഒരു നഗരം നിലനിൽക്കണമെങ്കിൽ ആളുകൾക്ക് എളുപ്പത്തിൽ വ്യാപാരം നടത്താൻ കഴിയണം, പണം വേഗത്തിൽ സഞ്ചരിക്കണം, നിക്ഷേപകർക്ക് തടസ്സങ്ങൾ കുറവായിരിക്കണം എന്ന നിഗമനത്തിലാണ് അദ്ദേഹം എത്തിയത്. അതിന്റെ ഭാഗമായി ദുബായ് ക്രീക്ക് വികസിപ്പിക്കുകയും വലിയ കപ്പലുകൾക്ക് എത്താൻ കഴിയുന്ന രീതിയിൽ തുറമുഖങ്ങൾ വികസിപ്പിക്കുകയും ചെയ്തു. അന്ന് പലരും ഇത് അപകടകരമായ തീരുമാനമാണെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അതാണ് ദുബായിയുടെ വളർച്ചയുടെ അടിത്തറയായത്. അടുത്തതായി ദുബായ് സ്വീകരിച്ച നയം ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. കുറഞ്ഞ നികുതി, ലളിതമായ നിയമങ്ങൾ, വിദേശ നിക്ഷേപകർക്ക് വലിയ സ്വാതന്ത്ര്യം, ബിസിനസ് ആരംഭിക്കാനുള്ള എളുപ്പം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വ്യാപാരികൾ ദുബായിലേക്ക് എത്തിത്തുടങ്ങി. അവർക്ക് വേണ്ടത് ഒരേ ഒരു കാര്യമായിരുന്നു: പണം നിക്ഷേപിക്കാനും ബിസിനസ് നടത്താനും സൗകര്യമുള്ള ഒരു സ്ഥലം. ദുബായ് അത് ഒരുക്കി കൊടുത്തു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ സ്വർണ്ണ ഇറക്കുമതിക്ക് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ ദുബായ് ഒരു വലിയ വ്യാപാര അവസരം കണ്ടെത്തി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്വർണം ദുബായിലേക്ക് എത്തി. അവിടെ നിന്ന് അത് അനൗദ്യോഗിക വഴികളിലൂടെ ഇന്ത്യയിലേക്ക് കടന്നു. ഏതാനും പതിറ്റാണ്ടുകൾക്കുള്ളിൽ ദുബായ് സ്വർണ്ണ വ്യാപാരത്തിന്റെ ആഗോള കേന്ദ്രമായി മാറി. ചില പഠനങ്ങൾ പ്രകാരം വർഷം തോറും 100 കണക്കിന് ടൺ സ്വർണം ദുബായിലൂടെ സഞ്ചരിച്ചിരുന്നു. ഈ വ്യാപാരത്തിൽ നിയമാനുസൃത പണവും അനധികൃത പണവും ഒരുമിച്ച് ഒഴുകിയെത്തി. 1981-ൽ ജബൽ അലി ഫ്രീ ട്രേഡ് സോൺ ആരംഭിച്ചതോടെ ദുബായിയുടെ വളർച്ച പുതിയ തലത്തിലേക്ക് കടന്നു. 100% വിദേശ ഉടമസ്ഥാവകാശം, കോർപ്പറേറ്റ് നികുതിയില്ല, ഇറക്കുമതി തീരുവയില്ല, ലാഭം പൂർണ്ണമായും സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുപോകാം. ഈ ആനുകൂല്യങ്ങൾ ലോകമെമ്പാടുമുള്ള കമ്പനികളെ ആകർഷിച്ചു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ആയിരക്കണക്കിന് കമ്പനികൾ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു. എന്നാൽ ഇതേ സംവിധാനം കള്ളപ്പണം വെളുപ്പിക്കാനും സാമ്പത്തിക ഇടപാടുകൾ മറച്ചുവെക്കാനും ചിലർ ഉപയോഗിച്ചു എന്ന വിമർശനങ്ങളും ഉയർന്നു വന്നു. ഇവിടെയാണ് ദുബായിയെ കുറിച്ചുള്ള ഏറ്റവും വലിയ വിവാദം ആരംഭിക്കുന്നത്. നിരവധി അന്വേഷണ റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുറ്റവാളികളും സാമ്പത്തിക തട്ടിപ്പുകാരും ദുബായിൽ വൻതോതിൽ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട്. കാരണം വളരെ ലളിതമാണ്: ഭൂമിയോ ആഡംബര വില്ലയോ വാങ്ങിയാൽ പണം നിയമപരമായ സ്വത്തായി മാറും. അതോടെ അതിന്റെ ഉറവിടം കണ്ടെത്തുക കൂടുതൽ ബുദ്ധിമുട്ടാകും.
വർഷങ്ങളായി ദുബായിയുടെ റിയൽ എസ്റ്റേറ്റ് വിപണി ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ ഒന്നായി മാറിയെന്നാണ് വിമർശകർ പറയുന്നത്. ഇന്ത്യൻ വ്യവസായി വിജയ് മല്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പ് കേസിന്റെ പ്രതിയായ നീരവ് മോദി, 1993 മുംബൈ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട ദാവൂദ് ഇബ്രാഹിം തുടങ്ങിയ പേരുകൾ പലപ്പോഴും ദുബായിയുമായി ബന്ധപ്പെടുത്തി വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ വിവിധ രാജ്യങ്ങളിലെ സാമ്പത്തിക കുറ്റവാളികൾ, മയക്കുമരുന്ന് മാഫിയ നേതാക്കൾ, അഴിമതിക്കാരെന്ന് ആരോപിക്കപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവരുടെ സ്വത്തുക്കളും ദുബായിലുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ മറുവശവും കാണേണ്ടതുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി UAE സർക്കാർ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്ക് മറുപടിയായി കള്ളപ്പണം വെളുപ്പിക്കൽ തടയുന്നതിനുള്ള നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. 2022 ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് അഥവാ FATF UAE ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. അതായത് കള്ളപ്പണവും ഭീകര ധനസഹായവും തടയുന്നതിൽ രാജ്യം വേണ്ടത്ര ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് അന്താരാഷ്ട്ര സമൂഹം വിലയിരുത്തി. ഈ തീരുമാനം UAEക്ക് വലിയ തിരിച്ചടിയായി. കാരണം ലോക നിക്ഷേപകരുടെ വിശ്വാസം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു. ഇതോടെ സർക്കാർ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നു. പ്രത്യേക ആന്റി മണി ലോണ്ടറിംഗ് വിഭാഗങ്ങൾ രൂപീകരിച്ചു. റിയൽ എസ്റ്റേറ്റ്, സ്വർണ്ണ വ്യാപാരം, ക്രിപ്റ്റോ കറൻസി മേഖലകൾ എന്നിവയിൽ കൂടുതൽ നിരീക്ഷണം ഏർപ്പെടുത്തി. നൂറുകണക്കിന് അന്താരാഷ്ട്ര തട്ടിപ്പുകാരെ അറസ്റ്റ് ചെയ്തു. ആയിരക്കണക്കിന് കോടി രൂപയുടെ സ്വത്തുകൾ പിടിച്ചെടുത്തു. ഈ പരിഷ്കാരങ്ങളുടെ ഫലമായി 2024 UAE FATF ഗ്രേ ലിസ്റ്റിൽ നിന്ന് പുറത്തു വന്നു. അപ്പോൾ ദുബായിയെ എങ്ങനെ വിലയിരുത്തണം? അത് കുറ്റവാളികളുടെ സ്വർഗമാണോ, അതോ ലോകത്തിലെ ഏറ്റവും വിജയകരമായ വ്യാപാര നഗരങ്ങളിൽ ഒന്നാണോ? യാഥാർത്ഥ്യം ഇതിന്റെ മധ്യത്തിലായിരിക്കും. ദുബായിയുടെ വളർച്ചയുടെ അടിസ്ഥാന തത്വം കാര്യക്ഷമതയാണ്. പണം എവിടെ നിന്നാണ് വരുന്നത് എന്നതിനേക്കാൾ അതെങ്ങനെ സമ്പദ് വ്യവസ്ഥയെ വളർത്തുമെന്ന ചോദ്യത്തിനാണ് അവർ കൂടുതൽ പ്രാധാന്യം നൽകിയതെന്നാണ് വിമർശകർ പറയുന്നത്. അതേസമയം ഇന്ന് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ കാരണം കൂടുതൽ സുതാര്യതയിലേക്കും നിയന്ത്രണങ്ങളിലേക്കും ദുബായ് നീങ്ങുന്നുമുണ്ട്. അവസാനമായി, ദുബായിയുടെ കഥ ഒരു നഗരത്തിന്റെ വളർച്ചയുടെ കഥ മാത്രമല്ല. വിഭവങ്ങളില്ലാത്ത ഒരു പ്രദേശം എങ്ങനെ ആഗോള സാമ്പത്തിക കേന്ദ്രമായി മാറി എന്നതിന്റെ പഠനമാണ് അത്. അതോടൊപ്പം സാമ്പത്തിക വളർച്ചയ്ക്കും ധാർമ്മികതയ്ക്കുമിടയിലെ സങ്കീർണമായ ബന്ധത്തെക്കുറിച്ചുള്ള ഒരു ചർച്ച കൂടിയാണ്. ലോകത്തിലെ ഏറ്റവും സുരക്ഷിത നഗരങ്ങളിൽ ഒന്നായി അറിയപ്പെടുമ്പോഴും വിവാദങ്ങളുടെ നിഴൽ വിട്ടുമാറാത്ത ഒരു നഗരമായി ദുബായ് തുടരുന്നു. അതാണ് ദുബായിയെ മറ്റെല്ലാ നഗരങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ചുരുക്കത്തിൽ, വെളിച്ചവും നിഴലും ഒരുപോലെ ചേർന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് ദുബായ്. ഒരു വശത്ത് സാധാരണക്കാർക്ക് ഭയമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ തെരുവുകൾ, മറുവശത്ത് ആഗോള സാമ്പത്തിക കുറ്റവാളികളുടെ നിഗൂഢമായ നിക്ഷേപങ്ങൾ. ഈ രണ്ട് യാഥാർത്ഥ്യങ്ങളും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെ ഈ നഗരത്തിൽ നിലനിൽക്കുന്നു. വിഭവങ്ങളുടെ പരിമിതികളെ ദീർഘവീക്ഷണത്തോടെയുള്ള ബിസിനസ് തന്ത്രങ്ങൾ കൊണ്ട് മറികടന്ന ദുബായ് ലോകത്തിന് മുന്നിൽ വെക്കുന്നത് സമാനതകളില്ലാത്ത ഒരു വികസന മാതൃകയാണ്. എന്നാൽ കാലം മാറുകയാണ്. അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിക്കൊണ്ടും സ്വന്തം പ്രതിച്ഛായ നിലനിർത്താൻ വേണ്ടിയും കള്ളപ്പണത്തിനും കുറ്റവാളികൾക്കുമെതിരെയുള്ള നിയമങ്ങൾ ദുബായ് ഇപ്പോൾ ശക്തമാക്കുന്നുണ്ട്. സാമ്പത്തിക വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ സ്വീകരിച്ച പല ഉദാര സമീപനങ്ങളും തിരുത്തിക്കുറിച്ചുകൊണ്ട് കൂടുതൽ സുതാര്യവും സുരക്ഷിതവുമായ ഒരു ആഗോള സാമ്പത്തിക കേന്ദ്രമാകാനാണ് UAE ഇന്ന് ശ്രമിക്കുന്നത്. ചരിത്രത്തിലെ ഈ പുതിയ തിരുത്തലുകൾ ദുബായിയെ വരും നാളുകളിൽ എങ്ങനെ മാറ്റിമറിക്കുമെന്നത് ലോകം ഉറ്റുനോക്കുന്ന കാര്യമാണ്. അവസാനമായി, ദുബായ് എന്ന നഗരം നമുക്ക് നൽകുന്ന പാഠം വളരെ ലളിതമാണ്. സ്വപ്നങ്ങൾക്ക് അതിരുകളില്ലാത്ത മനുഷ്യർക്ക് മണലാരണ്യത്തിലും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാമെന്ന് ദുബായ് തെളിയിച്ചു. അതേസമയം തന്നെ അനിയന്ത്രിതമായ സാമ്പത്തിക വളർച്ചയും ധാർമ്മികതയും തമ്മിലുള്ള സങ്കീർണമായ സന്തുലിതാവസ്ഥയുടെ നേർക്കാഴ്ചയായും ഈ നഗരം നിലകൊള്ളുന്നു. വിവാദങ്ങളുടെ നിഴലുകൾക്കിടയിലും ആകാശമുട്ടുന്ന കെട്ടിടങ്ങളുടെ തിളക്കവുമായി ദുബായ് ഇന്നും ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കുതിക്കുകയാണ്, തനതായ ആ വൈരുദ്ധ്യങ്ങളുടെ സൗന്ദര്യത്തോടെ തന്നെ. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? എന്തായിരുന്നാലും കമന്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.